ഹലോ, വെൽക്കം ടു ശിവശക്തി എജു ടിപ്സ്. 2025 ഡിസംബറിൽ എല്ലാ കാറ്റഗറിയിലുമായി നടത്തിയ കേട്ടറ്റ് എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ പരീക്ഷാഭവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ആൻസർ കീ എങ്ങനെ നോക്കാമെന്നുള്ളതും പ്രൊഫഷണൽ ആൻസർ കീയിലുള്ള ആൻസേഴ്സ് എങ്ങനെ ചലഞ്ച് ചെയ്യാമെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. catet.kerala.government.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ പരീക്ഷാഭവൻ്റെ സൈറ്റിലെത്തും. അതിൽ താഴേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ പ്രൊവിഷണൽ ആൻസർ കീ ഓഫ് കേടെറ്റ് ഡിസംബർ 2025 2025 ഡിസംബറിൽ നടന്ന കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഈ 4 കാറ്റഗറിയിലുമുള്ള എക്സാംസിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ജസ്റ്റ് കാറ്റഗറി 2 എങ്ങനെ നോക്കുന്നു നോക്കാം. കാറ്റഗറി 2ൻ്റെ ആൻസർ കീ നോക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ ഒരു സൈഡിലുണ്ടാവും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് നോക്കുക. സെറ്റ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നോക്കുക. അതിനനുസരിച്ച് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ തന്നിട്ടുണ്ടാവും. അതും നമ്മൾ എഴുതിയ ആൻസറുമായിട്ട് ഒത്തു നോക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ, അതായത് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഫോമും താഴെ തന്നെയായിട്ട് അവർ തന്നിട്ടുണ്ട്. കംപ്ലയിൻറ്റ് ഫോമിൽ നമുക്ക് ടച്ച് ചെയ്യാം. കംപ്ലയിൻറ്റ് ഫോമിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടറ്റ് ഡിസംബർ 2025 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ അയക്കാനുള്ള വെബ്സൈറ്റും അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 18/3/2026 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. 18/3/2026 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരാതി അയച്ചു കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് കൊടുക്കാം. അത് അയക്കേണ്ട ഫോർമാറ്റ് നമുക്ക് അവരുടെ താഴെ തന്നിട്ടുണ്ട്. നെയിം ഓഫ് കാറ്റഗറി, ഏത് കാറ്റഗറി താഴെ തന്നിട്ടുണ്ട്. നെയിം ഓഫ് കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ എക്സാം എഴുതുന്നത് നോക്കുക. പാർട്ട് ആൻഡ് സബ്ജക്റ്റ് അവിടെ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, സെറ്റ് കോഡ് എഴുതുക. അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പറും ആ ക്വസ്റ്റ്യനെ നമുക്ക് ചലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പറും ക്വസ്റ്റ്യനും എഴുതി പ്രൊവിഷണൽ ആൻസർ കീയിൽ ഏതാണോ അവർ പറഞ്ഞേക്കുന്ന ആൻസർ അത് എഴുതി കൊടുക്കുക. നമ്മുടെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു അത് വിത്ത് റെഫറൻസ് വേണം നമ്മൾ പറയാൻ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗൈഡുകൾ ഒരിക്കലും വാലിഡ് പോയിൻ്റ് ആയിട്ട് അവർ കൂട്ടില്ല. ഇനി മാർക്ക് വെച്ച് പാസ് മാർക്കാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് ജനറലുകാർക്ക് 60% മാർക്കാണ്. അതായത് 150 നമ്മുടെ എക്സാമെങ്കിൽ 60% മാർക്കാണ്. 90 മാർക്കാണ് നമുക്ക് ജനറലുകാർക്ക് പാസ്സാവാനായിട്ട് വേണ്ടത്. OBC, SC, ST, PH, OEC എന്നീ വിഭാഗക്കാർക്ക് 55% മാർക്ക്, അതായത് 82 മാർക്കാണ് ഔട്ട് ഓഫ് 150 വേണ്ടത്. ഇനി കാറ്റഗറി 3ക്കും 4നും SC, ST, OBC, PH എന്ത് മതി? 50% മാത്രം ചില കേസുകളിൽ മതി.